ഇതൊരു ടോട്ടൽ ഫിൽട്രേഷൻ ഡൊമസ്റ്റിക് പ്ലാന്റാണ് വീടുകൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഈ ബാക്ക് വാഷ് ചെയ്യുന്നത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫസ്റ്റിലത്തെ വെസലാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടത്. ഇതിൽ ഉണ്ടാവും, ഇത് ഫിൽട്ടർ പൊസിഷനിലാണ് കിടക്കുന്നുണ്ടാവുക. ബാക്ക് വാഷ് എന്ന് പറയുന്നത് 3-ാം നമ്പറാണ്, രണ്ടാമത്തെ നമ്പറാണ് ബാക്ക് വാഷ്. ഇത് ഫിൽട്ടർ 1-ാമത്തെ നമ്പറായിരിക്കും. അപ്പോൾ നമുക്ക് 2-ാമത്തെ നമ്പറിലേക്ക് ഇത് ഇടണം. പക്ഷേ ഇത് മോട്ടർ ഓണാണ്. ഈ ഒരു ഭാഗമാണ്, ഈ ഒരു തടിച്ച് നിൽക്കുന്ന ഭാഗമാണ് തിരിച്ച് കൊണ്ടുവന്നിടുക. ഈ ഭാഗമല്ല, ഇവിടെ ഇതിൻ്റെ തടിപ്പുണ്ട്, അവർ കട്ടിങ്ങിൽ വന്ന് വീഴുക ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ മോട്ടർ ഓൺ ആയതുകൊണ്ട് ഇത് തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വാൽവ്, ലെഫ്റ്റ് സൈഡ് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ ഈ വെള്ളം ഈ വെസലിലേക്ക് വരുന്നതാണ്. ഇതിൽ വന്ന് ഇങ്ങനെ കയറി വെസലിലേക്ക് ഇങ്ങനെ വരുന്നതാണ് ഈ ഇന്ന് നമ്മൾ പുറത്തോട്ട് ഒഴിവാക്കുകയാണ് ഇത് ഓണാക്കുമ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മളിത് തിരിച്ച് ഓണാക്കുമ്പോൾ ഈ വെള്ളം ഇതിലിങ്ങനെ തെറിച്ച് വരും, നമ്മുടെ പൈപ്പിൽ കൂടി വരും. ഈ സമയത്ത് ഇത് പൊസിഷൻ ഇങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു വാൽവ് നമ്മൾ തിരിച്ചിട്ട് 2-ാമത്തെ പൊസിഷനായ ബാക്ക് വാഷിലേക്ക് കൊണ്ടുവന്നിടും. ഈ വെട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ആ വെട്ട് അതിലേക്ക് വന്ന് വീഴുന്ന പോർഷനാണ് ബാക്ക് വാഷ് പൊസിഷൻ. അതിനുശേഷം ഈ വാൽവ് ഉണ്ടല്ലോ, തിരിച്ച വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നിന്നുള്ള നമ്മൾ വീക്കിലി ചെയ്യേണ്ടതായിട്ടുള്ള ആ ക്ലീനിങ് നടക്കും. ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് ചേഞ്ചായിട്ട് വരും. സാധാരണ വെള്ളത്തിൻ്റെ കളറിൽ നിന്ന് ഇച്ചിരി ഫെയ്ഡായിട്ട് വരും. ചില കിണറുകളിൽ കൂടുതൽ വരും, ചിലതിൽ പിന്നെ ഇച്ചിരി കൂടുതലായിട്ട് വരും. അത് തെളിയുന്ന വരെയാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യേണ്ടത്. ബാക്ക് വാഷ് പൊസിഷൻ ഈ 2-ാമത്താണ്. ഇത് അതിനുശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. പിന്നീടുള്ളത് 2-ാമത്തെ വെസൽ എന്ന് പറയുന്നത് ഉപ്പ് കയറ്റുക, അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതിന് നമുക്ക് ഉള്ള സംവിധാനമാണ് ഈ ഒരു ക്യാന്. ഈ ഒരു ക്യാനിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപ്പ് നിറച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു 50 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ട് 12 കിലോ ഉപ്പാണ് നമുക്ക് വേണ്ടത്, കലക്കും. അതിനുശേഷം ഈ ഒരു പൈപ്പിൽ കൂടി അത് ഡിപ്പ് ചെയ്തിടും. ഈ ഫുട് വാൽവ് അതിൽ മുക്കിയിടും. അതിനുശേഷം ഈ വാൽവ് പൊസിഷൻ മാറ്റുന്നതനുസരിച്ചിട്ട് വെള്ളം ഉപ്പ് വലിച്ചു കയറ്റുകയാണ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കും. ഈ വെള്ളം ഫെയ്ഡായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി അത് തെളിയുന്ന വരെ നമ്മളിത് പൊസിഷൻ ഇത് കുറച്ച് സമയം, ഇപ്പോൾ നമ്മൾ ബാക്ക് വാഷ് ഇട്ടിട്ട് കുറച്ച് സമയമായി, നമ്മൾ ഒന്നുകൂടി ഈ വാൽവ് നമുക്ക് ഈ പൊസിഷൻ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഈ 2ഉം 3ഉം മാറ്റിയിടുന്നതാണ് ഇതിൽ ക്ലീൻ ചെയ്യുന്നത്. ഇത് 2-ാമത്തെ ബാക്ക് വാഷ് ആണെങ്കിൽ 3-ാമത്തെ റിൻസ് എന്ന് പറയും. ആ റിൻസിലേക്ക് നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പിടിച്ച പോലെ ഈ സംഭവം, ഈ വാൽവ് നമ്മൾ ഓൺ ചെയ്യുന്നു. പതുക്കെ ഓൺ ചെയ്യുന്നു. അപ്പോൾ ഫുൾ ഫോഴ്സിൽ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം അതിൽ പോകും. അതിനുശേഷം നമ്മൾ ഈ വാൽവ് തിരിച്ചിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിൻസ് പൊസിഷനിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ തിരിച്ച ഓണാക്കിയ ഇത് ക്ലോസ് ചെയ്യണം. എന്നാലും ഇതിനുള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ, റിൻസ് ചെയ്യുമ്പോൾ നല്ല വെള്ളമാണ് വരിക. ഇങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെയാണ് വരിക. കുറച്ച് നല്ല വെള്ളം വെസലിലേക്ക് അടുത്തിടുക എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് വാഷ് പൊസിഷനിലേക്ക് ഇടണം, വെള്ളം തെളിയുന്നത് വരെ. ഈ വെള്ളം തെളിയുന്നതല്ല, ബാക്ക് വാഷിൽ ഓടുന്ന വെള്ളം തെളിയുന്നത് വരെ നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഒരു മിനിറ്റ് എടുക്കുന്നില്ല, അതിന് മുമ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് ഈ വാൽവ് തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തതിന് ശേഷം ഇത് ബാക്ക് വാഷ് 2-ാമത്തെ പൊസിഷനിലേക്ക് തന്നെ ഇടുന്നു. 2-ാമത്തെ പൊസിഷനിലേക്ക് തന്നെ ഇടുന്നു. ഓക്കെ. ഈ വെട്ടാണ് കേട്ടോ, ഈ വെട്ട് ഇവിടെ ഒരു ഇതുണ്ട്, അതിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഈ തിരിച്ചത് ക്ലോസ് ചെയ്യണം, എന്നാലേ വർക്കിംഗ് നടക്കുള്ളൂ. ഇനി നോക്കിക്കോളൂ, ഈ വെള്ളം വരുന്നത് ഇപ്പം തെളിഞ്ഞാണ്. ഇത് ചെളി കലർന്ന രീതിയിൽ വരും. ബാക്ക് വാഷിൽ അങ്ങനെയാണ് വരിക. ഇത് തെളിയുന്ന വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ 2, 3, 3-ൽ നിന്ന് 2 അങ്ങനെ മാറി ഇടണം. ഇപ്പോൾ തന്നെ അത് ഫിൽറ്ററിനുള്ളിലെ ചെളി കലങ്ങി വരുന്ന രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം മാറും. നല്ല ഒരു ചെളി വരുന്ന രീതിയിലേക്കായിട്ടുണ്ട്. അടുത്ത് പിടിച്ചാലേ അറിയുള്ളൂ. അത് ഈ ഒരു കളറ് തെളിയുന്ന വരെ നമ്മൾ ചെയ്യണം.
ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. നേരെ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് നല്ലോണം തെളിയുന്ന വരെ ഇത് കറക്റ്റ് ചെയ്യാം. ഇത് വീക്കിലി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും. പക്ഷേ നമ്മൾ വീക്കിലി അല്ല 2-3 ആഴ്ച കഴിഞ്ഞാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ ഇതിൻ്റെ ഉള്ളിൽ മീഡിയയ്ക്കൊക്കെ ദോഷമാണ്. എല്ലാ വീക്കും ചെയ്യുന്നതാണ് അഭികാമ്യം. ഓക്കെ.